ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി എല്ലാവർക്കും തൃശ്ശൂർ CMS ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഓൺലൈൻ യൂട്യൂബ് ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിന്റെ ഒന്നാമത്തെ ചാപ്റ്ററായി ഹീറ്റിംഗ് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ടിലെ സുരക്ഷാ ഫ്യൂസ് അല്ലെങ്കിൽ സേഫ്റ്റി ഫ്യൂസ് തുടങ്ങിയുള്ള ഭാഗം ഒന്ന് റിവൈസ് ചെയ്യുന്നു. സോ വാട്ട് ഈസ് സേഫ്റ്റി ഫ്യൂസ് ഓർ വൈ ഡു വി യൂസ് സേഫ്റ്റി ഫ്യൂസ് ഇൻ ദ സർക്യൂട്ട്? നമുക്കറിയാം, സർക്യൂട്ടിൽ രണ്ട് കാര്യങ്ങളിൽ നിന്ന് സർക്യൂട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാം സർക്യൂട്ടിൽ സേഫ്റ്റി ഫ്യൂസ് യൂസ് ചെയ്യുന്നത്. വൺ ഈസ് ഷോർട്ട് സർക്യൂട്ട് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഓവർലോഡിങ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഷോർട്ട് സർക്യൂട്ട്? ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് ഇല്ലാതെ സർക്യൂട്ടിലെ രണ്ട് ലൈനുകൾ, അത് ഫേസ് ആവാം, ന്യൂട്രൽ ആവാം, അല്ലെങ്കിൽ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, ഈ രണ്ട് ലൈനുകൾ തമ്മിൽ നേരിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന അവസ്ഥയാണ് ഷോർട്ട് സർക്യൂട്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സർക്യൂട്ടിലൂടെ അമിതമായി കറണ്ട് പ്രവഹിക്കുകയും സർക്യൂട്ടിൽ ഹീറ്റ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും സർക്യൂട്ട് നാശനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. രണ്ടാമത്തെ കാര്യം ഓവർലോഡിംഗ് ആണ്. ഓവർലോഡിംഗ് എന്ന് പറയുന്നത് സർക്യൂട്ടിൽ അനുവദനീയമായതിനേക്കാൾ കൂടുതൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിനാണ് ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. സോ ഈ രണ്ട് കാര്യങ്ങൾ, ഷോർട്ട് സർക്യൂട്ട് ആൻഡ് ഓവർലോഡിംഗ്, ഇതുമൂലം ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് സർക്യൂട്ടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നാം സേഫ്റ്റി ഫ്യൂസ് അല്ലെങ്കിൽ സുരക്ഷാ ഫ്യൂസ് ഉപയോഗിക്കുന്നത്. ഇനി സുരക്ഷാ ഫ്യൂസ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം, സുരക്ഷാ ഫ്യൂസ് വയറായിട്ട് ഉപയോഗിക്കേണ്ടത് ടിന്നിന്റെയും ലെഡിന്റെയും അലോയ് അല്ലെങ്കിൽ സങ്കരമായിരിക്കണം. നമ്മൾ സാധാരണ കണ്ടീഷനിൽ നമ്മൾ വീടുകളിൽ ടിന്നിന്റെ ലെഡിന്റെ അലോയ് ഉപയോഗിക്കാറില്ല, കോപ്പർ വയർ ഉപയോഗിക്കാറുണ്ട്. എന്നാലും സയന്റിഫിക്കായിട്ട് പറയുമ്പോൾ ടിന്നിന്റെയും ലെഡിന്റെയും അലോയ് ആയിരിക്കണം നാം സേഫ്റ്റി ഫ്യൂസ് വയറായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇനി എന്തെല്ലാം പ്രത്യേകതകളാണ് സേഫ്റ്റി ഫ്യൂസ് വയറിന് ഉണ്ടാവേണ്ടത്? ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞു, സേഫ്റ്റി ഫ്യൂസ് വയറിന് ടിന്നിന്റെയും ലെഡിന്റെയും സങ്കരമായിരിക്കണം. രണ്ടാമത്തെ കാര്യം, സേഫ്റ്റി ഫ്യൂസ് വയർ ഷുഡ് ഹാവ് ലോ മെൽറ്റിംഗ് പോയിന്റ്, താഴ്ന്ന ദ്രവണാങ്കമായിരിക്കണം സേഫ്റ്റി ഫ്യൂസ് വയറിന് ഉണ്ടായിരിക്കേണ്ടത്. മൂന്നാമത്തെ കാര്യം, സേഫ്റ്റി ഫ്യൂസ് വയർ ഷുഡ് ബി കണക്റ്റഡ് ഇൻ സീരീസ്, സർക്യൂട്ടിൽ സീരീസിലാണ് സേഫ്റ്റി ഫ്യൂസ് വയർ ഘടിപ്പിക്കേണ്ടത്. നാലാമത്തെ പോയിന്റ്, സേഫ്റ്റി ഫ്യൂസ് വയർ ഷുഡ് ഹാവ് സ്യൂട്ടബിൾ ആംബിയറേജ്, സേഫ്റ്റി ഫ്യൂസ് വയറിന് അനുവദനീയമായ ആംബിയറേജ് ഉണ്ടായിരിക്കണം. ഇവിടെ നാം ആംബിയറേജ് എന്താണെന്ന് നമ്മൾ ഓർത്തിരിക്കണം. നമുക്കൊരു ഇക്വേഷൻ അറിയാം, പവർ P is equal to വോൾട്ടേജ് ഇൻറ്റു കറണ്ട്, ദാറ്റ് ഈസ് P is equal to VI. ഇതിനെ വേണമെങ്കിൽ നമുക്കൊന്ന് മാറ്റി എഴുതാം, പവർ വാട്ടേജ് എന്ന് എഴുതാം, V വോൾട്ടേജ് എന്ന് എഴുതാം, I ആംബിയറേജ് എന്ന് എഴുതാം. സോ വി ക്യാൻ സേ ദ ഇക്വേഷൻ ആസ് വാട്ടേജ് is equal to വോൾട്ടേജ് ഇൻറ്റു ആംബിയറേജ്. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ദി ആംബിയറേജ് ആസ് വാട്ടേജ് ബൈ വോൾട്ടേജ്. അല്ലെങ്കിൽ നമുക്ക് എഴുതാം P is equal to VI ആണെങ്കിൽ I is equal to P by V എന്ന് എഴുതാം. ഇങ്ങനെയാണ് നമ്മൾ ആംബിയറേജ് കണ്ടെത്തുക. സോ എവറി ഫ്യൂസ് വയർ ഷുഡ് ഹാവ് എ സ്യൂട്ടബിൾ ആംബിയറേജ്. ഓരോ ഫ്യൂസ് വയറിനും അനുവദനീയമായ ആംബിയറേജ് ഉണ്ടായിരിക്കണം. ആ ആംബിയറേജിനേക്കാൾ കൂടുതൽ കറണ്ട് സർക്യൂട്ടിൽ കൂടെ കടന്നു പോയി കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി മെൽറ്റഡ്, അത് ഉരുകി പോകണം. ഇതാണ് ഫ്യൂസ് വയറിന് പിന്നിലുള്ള തത്വം. ഇനി ഫ്യൂസ് വയറിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ഇഫക്റ്റ് ഹീറ്റിംഗ് എഫക്റ്റ് തന്നെയാണ്. ആ കാര്യം കൂടെ ഓർത്തിരിക്കണം. ഈ സാധാരണ ഒരു ഫ്യൂസ് വയർ നമ്മൾ പോർട്ട്ലൈൻ ക്യാരിയറിൽ ബന്ധിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രിക്കോഷൻസ് അല്ലെങ്കിൽ മുൻകരുതലുകളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, ഫ്യൂസ് വയറുകൾ ആ രണ്ട് പോയിന്റുകളിലുള്ളിൽ കറക്റ്റ് ആയിട്ട് ഇൻസേർട്ട് ചെയ്തിരിക്കണം. രണ്ടാമത്തെ പോയിന്റ്, ഒരു കാരണവശാലും ഫ്യൂസ് വയർ പോർട്ട്ലൈൻ ക്യാരിയറിൽ നിന്ന് പുറത്തേക്ക് പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കാൻ പാടില്ല, പുറത്തേക്ക് ചാടി നിൽക്കാൻ പാടില്ല. മൂന്നാമത്തെ കാര്യം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഫ്യൂസ് വയറിന് സ്യൂട്ടബിൾ ആംബിയറേജ് ഉണ്ടാവണം. നാലാമത്തെ കാര്യം, ഫ്യൂസ് വയർ ഷുഡ് ബി കണക്റ്റഡ് ഇൻ സീരീസ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഫ്യൂസ് വയർ നാം സർക്യൂട്ടിൽ ബന്ധിപ്പിക്കുമ്പോൾ എടുക്കേണ്ട മുൻകരുതലുകൾ. ഇനി ഓർത്തിരിക്കുക, ഇന്നിപ്പോ നമ്മുടെ വീടുകളിൽ സുരക്ഷാ ഫ്യൂസിന്റെ സ്ഥാനത്ത് ഉപയോഗിക്കുന്ന ന്യൂജൻ ആയിട്ടുള്ള ഉപകരണങ്ങളാണ് NCB മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കറുകളും അതുപോലെ ELCB എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കറുകളും. അതും കൂടെ ഓർത്തിരിക്കുക. നിങ്ങളുടെ വീടുകളിലുള്ള ഇലക്ട്രിക് സർക്യൂട്ടിൽ നിന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും, സാധാരണ നമ്മുടെ മെയിൻ സ്വിച്ചിന്റെ താഴെ കാണുന്ന ഒരു മെയിൻ ഫ്യൂസ് ഉണ്ടാവും. ആ ഭാഗത്ത് മിക്കവാറും പോർട്ട്ലൈൻ ക്യാരിയറിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു ഫ്യൂസ് വയർ കാണാറുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളിലെല്ലാം നാം ഇന്ന് ഈ ഫ്യൂസിന്റെ സ്ഥാനത്ത് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് NCBകൾ അല്ലെങ്കിൽ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കറുകൾ. അതും കൂടെ ഓർത്തിരിക്കുക. അടുത്ത ഭാഗത്തായിട്ട് നാം പറയുന്നത് ഇൻകാൻഡസെന്റ് ബൾബുകളെ കുറിച്ചാണ്. ഇൻകാൻഡസെന്റ് മീൻസ് ഗ്ലോവിംഗ് വിത്ത് ഹീറ്റ്, താപം കൊണ്ട് പ്രകാശം പുറപ്പെടുവിക്കുന്നതാണ് ഇൻകാൻഡസെന്റ് എന്ന വാക്കിനർത്ഥം. ഇൻകാൻഡസെന്റ് ലാമ്പുകളുടെ പ്രധാനപ്പെട്ട ഭാഗം ഒരു ടങ്സ്റ്റൺ ഫിലമെന്റ് ആണ്. ഈ ടങ്സ്റ്റൺ ഫിലമെന്റിന്റെ പ്രത്യേകതകൾ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ കാര്യം, ടങ്സ്റ്റൺ ഫിലമെന്റിന് ഹൈ റെസിസ്റ്റിവിറ്റി ഉണ്ട്. രണ്ടാമത്തെ കാര്യം, ടങ്സ്റ്റൺ ഫിലമെന്റിന് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്.
മൂന്നാമത്തെ പോയിന്റ്, ടങ്സ്റ്റൺ ഫിലമെന്റിന് ഹൈ ഡക്റ്റിലിറ്റി ഉണ്ട്. വളരെ നേർത്ത വയറാക്കി മാറ്റാനുള്ള കഴിവ് ടങ്സ്റ്റൺ ഫിലമെന്റിന് കൂടുതലാണ്. നാലാമത്തെ കാര്യം, ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് വൈറ്റ് ലൈറ്റ് ഇൻ റെഡ് ഹോട്ട് കണ്ടീഷൻ. ചുട്ടുപഴുത്ത അവസ്ഥയിൽ ധവള പ്രകാശം പുറപ്പെടുവിക്കാനുള്ള കഴിവ് ടങ്സ്റ്റൺ ഫിലമെന്റിനുണ്ട്. ഇത്രയും പ്രത്യേകതകൾ ഉള്ളത് കൊണ്ടാണ് ടങ്സ്റ്റണിനെ നാം ഇൻകാൻഡസന്റ് ലാമ്പുകളിൽ ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കാനുള്ള കാരണം. ഇനി അങ്ങനെയാണെങ്കിൽ ഇവിടെ മറ്റൊരു ചോദ്യം വരാം, എന്തുകൊണ്ട് വൈ ഡോണ്ട് വി യൂസ് നിക്രോം ആസ് ഹീറ്റിംഗ് ഫിലമെന്റ് ഇൻ ഇൻകാൻഡസന്റ് ബൾബ്? ഇൻകാൻഡസന്റ് ബൾബുകളിൽ എന്തുകൊണ്ട് നിക്രോം ഉപയോഗിക്കുന്നില്ല? നിക്രോമിന് ഹൈ റെസിസ്റ്റിവിറ്റി ഉണ്ട്, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്. അങ്ങനെയാണ് നിക്രോം വയർ നമുക്ക് ഇൻകാൻഡസന്റ് ലാമ്പുകളിൽ ഫിലമെന്റ് ആയിട്ട് ഉപയോഗിച്ചുകൂടെ? അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നിക്രോം വയറിന്റെ ഡക്റ്റിലിറ്റി വളരെ കുറവാണ്. നേർത്ത വയറാക്കി മാറ്റാനുള്ള കപ്പാസിറ്റി നിക്രോമിന് കുറവാണ്. രണ്ടാമത്തെ കാര്യം, നിക്രോം കാനോട്ട് പ്രൊഡ്യൂസ് വൈറ്റ് ലൈറ്റ് ഇൻ റെഡ് ഹോട്ട് കണ്ടീഷൻ. ചുട്ടുപഴുത്ത അവസ്ഥയിൽ ധവളപ്രകാശം പുറപ്പെടുവിക്കാനുള്ള കഴിവ് നിക്രോമിന് കുറവാണ്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നിക്രോം വയറിനെ നാം ഇൻകാൻഡസന്റ് ബൾബുകളിൽ ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കാതിരിക്കാനുള്ള കാരണം. ഇനി ബൾബുകളെ കുറിച്ച് പറയുമ്പോൾ, എന്തുകൊണ്ട് വൈ ഡു വി ഇവാക്യുവേറ്റ് ദി ബൾബ്? ബൾബുകൾ എന്തുകൊണ്ട് നാം ഇവാക്യുവേറ്റ് ചെയ്യുന്നു? അതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഇറ്റ് ഈസ് ടു പ്രിവെന്റ് ദി ഓക്സിഡേഷൻ ഓഫ് ടങ്സ്റ്റൺ ഫിലമെന്റ്. ടങ്സ്റ്റൺ ഫിലമെന്റിന്റെ ഓക്സിഡേഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ്. ഇനി ഇവാക്യുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിൽ നാം സാധാരണയായിട്ട് നിറയ്ക്കുന്നത് എന്താണ്? പഴയ കാലഘട്ടങ്ങളിൽ ഇവാക്യുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനേർട്ട് ഗ്യാസുകൾ നിറച്ചിരുന്നു. എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ നാം നിറയ്ക്കുന്നത് നൈട്രജൻ ഗ്യാസ് ആണ്. എന്തുകൊണ്ട് വൈ ഡു യു ഫീൽ നൈട്രജൻ ഗ്യാസ് ഇൻസൈഡ് ദി ഇൻകാൻഡസന്റ് ബൾബ്? ഇൻകാൻഡസന്റ് ബൾബുകളുടെ ഉള്ളിൽ നൈട്രജൻ നിറയ്ക്കാനുള്ള കാരണം എന്താണ്? അതിന് പ്രധാനപ്പെട്ട കാരണം, ഇറ്റ് ഈസ് ടു പ്രിവെന്റ് ദി വേപ്പറൈസേഷൻ ഓഫ് ടങ്സ്റ്റൺ ഫിലമെന്റ്. ടങ്സ്റ്റൺ ഫിലമെന്റിന്റെ വേപ്പറൈസേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇനേർട്ട് ഗ്യാസ് അല്ലെങ്കിൽ നൈട്രജൻ ഗ്യാസ് അതിനുള്ളിൽ നിറയ്ക്കുന്നത്. ഇനി എന്തുകൊണ്ട് നൈട്രജൻ ചൂസ് ചെയ്യുന്നു? അതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട്. നൈട്രജൻ ഇസ് പ്ലെന്റി ഇൻ ദി അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ നൈട്രജൻ സുലഭമാണ്. രണ്ടാമത്തെ കാര്യം, സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ നൈട്രജന് ചൂട് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന എക്സ്പാൻഷൻ വളരെ കുറവാണ്. So the expansion of nitrogen gas is very less in normal atmospheric condition. അപ്പൊ ചൂട് കൂടിക്കഴിഞ്ഞാൽ നൈട്രജൻ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യാനുള്ള കഴിവ് കുറവുള്ളത് കൊണ്ട് ഇൻകാൻഡസന്റ് ബൾബിന്റെ ഉള്ളില് ഉള്ള ടെമ്പറേച്ചർ നമുക്ക് കുറച്ച് നിർത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് കൂടിയാണ് നൈട്രജൻ ഗ്യാസ് ഇൻകാൻഡസന്റ് ലാമ്പുകളുടെ ഉള്ളിൽ നാം നിറയ്ക്കുന്നത്. മാത്രമല്ല, ഇൻകാൻഡസന്റ് ലാമ്പുകളുടെ ലോങ്ങവിറ്റി അല്ലെങ്കിൽ ആയുസ് വർദ്ധിപ്പിക്കാനും കൂടിയാണ് ഇത്തരത്തിൽ നൈട്രജൻ ഗ്യാസ് ഇൻകാൻഡസന്റ് ബൾബുകളിൽ നിറയ്ക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇൻകാൻഡസന്റ് ബൾബുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. ഒരു കാര്യം കൂടെ ഓർത്തിരിക്കണം, ഇൻകാൻഡസന്റ് ലാമ്പുകളിൽ മെജോറിറ്റി ഓഫ് ഇലക്ട്രിക് എനർജി വിൽ ബി കൺവേർട്ടഡ് ടു ഹീറ്റ് എനർജിയാണ്, ലൈറ്റ് എനർജി അല്ല. ഭൂരിഭാഗം വൈദ്യുതോർജ്ജവും താപോർജ്ജമായിട്ടാണ് പരിവർത്തനം ചെയ്യുന്നത്. ലൈറ്റ് എനർജി വളരെ കുറവാണ്. അതാണ് ഇൻകാൻഡസന്റ് ബൾബിന്റെ ഒരു പ്രധാനപ്പെട്ട ഡ്രോബാക്ക് അല്ലെങ്കിൽ പരിമിതി. പിന്നെ ഇൻകാൻഡസന്റ് ലാമ്പുകളെ കുറിച്ച് പറയുമ്പോൾ അത് കണ്ടെത്താനായിട്ട് പരിശ്രമിച്ച തോമസ് ആൽവ എഡിസനെ കുറിച്ച് നിങ്ങൾ അറിയണം. അതിപ്പോ ഞാൻ ക്ലാസ്സിൽ പറയുന്നില്ല. അത് നിങ്ങൾ പുസ്തകങ്ങളിൽ വായിച്ചിട്ടോ അല്ലെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്തിട്ടോ തോമസ് ആൽവ എഡിസന്റെ ജീവചരിത്രമൊക്കെ ഒന്ന് വായിച്ചിരിക്കുക. നാം ഈ സയൻസുമായി ബന്ധപ്പെട്ട നിയമങ്ങളും പ്രിൻസിപ്പിൾസ് ഒക്കെ പഠിക്കുമ്പോൾ അത് മാത്രം പഠിക്കാതെ അതിന്റെ പിന്നിൽ പ്രയത്നിച്ച ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചും അവരുടെ ജീവിതത്തെ കുറിച്ച് അറിയാനായിട്ട് നാം ശ്രമിക്കേണ്ടതാണ്. അതാണ് ഒരു സയൻസ് ഇഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്. അതും കൂട്ടത്തിൽ പറഞ്ഞു മാത്രം. അപ്പൊ ഇവിടെ നിന്നാണ് നമ്മൾ വി ഗോ ടു ഡിസ്ചാർജ് ലാമ്പുകളിലേക്ക് പോകുന്നു. ഡിസ്ചാർജ് ലാമ്പിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത, അവയ്ക്ക് നീളമുള്ള ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ടാവും. ഗ്ലാസ് ട്യൂബിന്റെ രണ്ട് വശങ്ങളിൽ ഇലക്ട്രോഡുകൾ ഉണ്ടാവും. ഇലക്ട്രോഡുകളുടെ ഉള്ളിൽ ഒരു ഹീറ്റിംഗ് ഫിലമെന്റ് ഉണ്ടാവും. മാത്രമല്ല, ഗ്ലാസ് ട്യൂബിന്റെ ഉള്ളിൽ കുറഞ്ഞ മർദ്ദത്തിൽ അല്ലെങ്കിൽ കുറഞ്ഞ പ്രഷറിൽ ഏതെങ്കിലും തരത്തിലുള്ള വാതകങ്ങൾ, ഗ്യാസുകൾ നിറച്ചിട്ടുണ്ടാവും. അതിന്റെ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് ഇലക്ട്രോഡുകൾക്കിടയിൽ നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഇലക്ട്രോഡുകളിൽ നിന്ന് ഇലക്ട്രോൺസ് വിൽ ബി എമിറ്റഡ്. ഇലക്ട്രോണുകൾ എമിറ്റ് ചെയ്യപ്പെടുന്നു. ഈ ഇലക്ട്രോണുകൾ അതിനുള്ളിൽ നിറച്ചിരിക്കുന്ന ഗ്യാസ് മോളിക്യൂൾസുമായിട്ട് കൊളൈഡ് ചെയ്യുന്നു. ഈ കൊളീഷൻ നടക്കുന്നതിന്റെ ഫലമായി ദിസ് ഗ്യാസ് മോളിക്യൂൾസ് വിൽ ബി എക്സൈറ്റഡ് ടു എ ഹയർ എനർജി ലെവൽ. ആ എനർജി ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവ വീണ്ടും പഴയ സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ദാറ്റ് എനർജി വിൽ ബി റേഡിയേറ്റഡ് ആസ് ലൈറ്റ്. പഴയ എനർജി സ്റ്റേറ്റിലേക്ക് എത്തുമ്പോൾ അവയ്ക്ക് അത്രയും ഉണ്ടായിരുന്ന എനർജി മുഴുവൻ ലൈറ്റ് ആയിട്ട് എമിറ്റ് ചെയ്യുന്നു. ഇതാണ് ഡിസ്ചാർജ് ലാമ്പിന്റെ പ്രവർത്തനം. ഈ ഡിസ്ചാർജ് ലാമ്പിന്റെ പ്രവർത്തനം പറയുമ്പോൾ നമ്മളുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഫ്ലൂറസെന്റ് ലാമ്പുകളെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പ് അല്ലെങ്കിൽ CFL നീളമുള്ള ഫ്ലൂറസെന്റ് ലാമ്പുകളെല്ലാം ഡിസ്ചാർജ് ലാമ്പുകളാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതിന്റെ ഉള്ളിൽ നിറച്ചിരിക്കുന്നത് മെർക്കുറിയാണ്.
മെർക്കുറി ഗ്യാസ് ആണ് ഫ്ലൂറസെന്റ് ലാമ്പുകൾ നിറച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഫ്ലൂറസെന്റ് ലാമ്പുകളുടെ ഉള്ളിൽ ഒരു ഫ്ലൂറസെന്റ് സബ്സ്റ്റൻസ് കോട്ട് ചെയ്തിട്ടുണ്ടാവും. അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. അപ്പൊ ഈ ഫ്ലൂറസെന്റ് ലാമ്പുകളിൽ നമ്മൾ ഹൈ വോൾട്ടേജ് കൊടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രോണുകൾ എമിറ്റ് ചെയ്യപ്പെടുന്നു. ഈ ഇലക്ട്രോണുകൾ മെർക്കുറി ആറ്റങ്ങളുമായി കൊളൈഡ് ചെയ്യപ്പെടുന്നു. മെർക്കുറി ആറ്റങ്ങൾ ഉയർന്ന എനർജി ലെവലിലേക്ക് എക്സൈറ്റ് ചെയ്യപ്പെടുന്നു. തിരിച്ച് വീണ്ടും പഴയ എനർജി സ്റ്റേറ്റിലേക്ക് അവ എത്തുമ്പോൾ ആ അധികം കൈവരിച്ച എനർജി അൾട്രാ വയലറ്റ് ആയിട്ട് പുറത്തേക്ക് വിടുന്നു. ഈ അൾട്രാ വയലറ്റിനെ ഫ്ലൂറസെന്റ് സബ്സ്റ്റൻസ് അബ്സോർബ് ചെയ്തിട്ട് വിസിബിൾ ലൈറ്റ് അല്ലെങ്കിൽ വൈറ്റ് ലൈറ്റ് ആയിട്ട് പുറത്തേക്ക് കൊടുക്കുന്നു. ആണ് ഫ്ലൂറസെന്റ് ലാമ്പിൽ നടക്കുന്ന പ്രവർത്തനം. ഇനി ഫ്ലൂറസെന്റ് ലാമ്പില് ഇൻകാൻഡസെന്റ് ലാമ്പിനെ അപേക്ഷിച്ച് ഒരുപാട് മേന്മകളുണ്ട്. ആ മേന്മകൾ ഓർത്തിരിക്കണം. നമുക്കറിയാം, ഇൻകാൻഡസെന്റ് ലാമ്പിൽ ഹീറ്റ് എനർജി ലോസ് വളരെ കൂടുതലാണ്. ഫ്ലൂറസെന്റ് ലാമ്പിൽ ഹീറ്റ് എനർജി ലോസ് കുറവാണ്. രണ്ടാമത്തെ കാര്യം, ഇൻകാൻഡസെന്റ് ലാമ്പുകളിൽ നിഴൽ മൂലമുള്ള അസൗകര്യം കൂടുതലാണ്. എന്നാൽ ഫ്ലൂറസെന്റ് ലാമ്പുകളിൽ നിഴൽ മൂലമുള്ള അസൗകര്യം വളരെ കുറവാണ്. മൂന്നാമത്തെ പോയിന്റ്, ഇൻകാൻഡസെന്റ് ലാമ്പുകളുടെ ആയുസ് കുറവാണ്. എന്നാൽ ഫ്ലൂറസെന്റ് ലാമ്പുകളുടെ ആയുസ് ഇൻകാൻഡസെന്റ് ലാമ്പുകളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. The longevity of fluorescent lamp is more compared to incandescent lamps. നാലാമത്തെ പോയിന്റ്, ഫ്ലൂറസെന്റ് ലാംപ്സ് ക്യാൻ ബി വർക്ക് ഇൻ ലെസർ പവർ. കുറഞ്ഞ പവറിലും ഫ്ലൂറസെന്റ് ലാമ്പുകൾ വർക്ക് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഫ്ലൂറസെന്റ് ലാമ്പിന്റെ അഡ്വാൻറ്റേജസ്. അങ്ങനെയാണെങ്കിൽ ഫ്ലൂറസെന്റ് ലാംപ്സിന് ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ടോ? ഉണ്ട്, ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഫ്ലൂറസെന്റ് ലാമ്പുകളിലുള്ളിൽ മെർക്കുറിയും അതുപോലെ ഫ്ലൂറസെന്റ് സബ്സ്റ്റൻസ് ഉള്ളത് കൊണ്ട് ഒരു കാരണവശാലും ഫ്ലൂറസെന്റ് ലാമ്പുകൾ കേടായി കഴിഞ്ഞാൽ വെറുതെ മണ്ണിലേക്ക് വലിച്ചെറിയാൻ പാടില്ല. കാരണം അവ മണ്ണിലേക്ക് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ, അവ പൊട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മെർക്കുറിയും അതുപോലെ തന്നെ ഫ്ലൂറസെന്റ് സബ്സ്റ്റൻസ് മണ്ണിൽ കലരാനുള്ള സാധ്യതയുണ്ട്. ദേ ആർ വെരി ഡേഞ്ചറസ് ആൻഡ് ദേ കോസ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ. സോ പരിസ്ഥിതിക്ക് ഹാനികരമാവുന്നു അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഫ്ലൂറസെന്റ് ലാമ്പുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡ്രോബാക്ക്. അല്ലെങ്കിൽ ഈ ഡ്രോബാക്കിനെ പരിഹരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചില ലാംപ്സ് ഉണ്ട്. ആ ലാമ്പുകളാണ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, LED-കൾ എന്ന് പറയുന്നത്. നമ്മൾ സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്ന ലാമ്പുകളാണ് LED. LED-യുടെ പ്രധാനപ്പെട്ട പ്രത്യേകത, അഡ്വാൻറ്റേജ്, LED-ക്ക് വളരെ കുറഞ്ഞ പവറിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ്, LED-ക്ക് ലോങ്ങവിറ്റി കൂടുതലാണ്, ആയുസ് കൂടുതലാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ്, LED എൻവിറോൺമെന്റൽ പൊല്യൂഷൻ വളരെ കുറവാണ് ഉണ്ടാക്കുന്നത്. ഈ 3 പോയിന്റുകൾ ആണ് LED-ക്ക് ഫ്ലൂറസെന്റ് ലാമ്പിനെ അപേക്ഷിച്ചുള്ള മേന്മകൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ സേഫ്റ്റി ഫ്യൂസ് തുടങ്ങിയിട്ട് LED വരെ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. വളരെ ബ്രീഫായിട്ടാണ് പറഞ്ഞു പോയിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളെങ്കിലും നമ്മൾ പരീക്ഷയ്ക്ക് ഒന്ന് പഠിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്നത്തെ ഫിസിക്സിന്റെ ക്ലാസ് തൽക്കാലം നിർത്തുന്നു. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.